ലേക്ക് സ്വാഗതം. അങ്ങനെ യുകെയിലും യൂറോപ്പിലും ഗംഭീര റിലീസിനൊരുങ്ങുകയാണ് ഭ്രമയുഗം എന്ന സിനിമ. സാധാരണ മമ്മൂട്ടി സിനിമകൾക്കുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിലെ പരാജയം എന്ന് തന്നെ പറയാം. നമുക്കറിയാം, സമീപകാലത്ത് കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കുള്ളിൽ ഇറങ്ങിയ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരുന്നു ഭീഷ്മപർവം എന്ന സിനിമ. ശരിക്കും 100 അല്ല 150 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാവുന്ന സിനിമ. ഇപ്പോഴുള്ള ഓരോ സിനിമകൾ വലിയ സിനിമ അല്ലെങ്കിൽ വലിയ ബഡ്ജറ്റിൽ വരുന്നു എന്ന് പറഞ്ഞ് സിനിമകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ സിനിമയുടെ ക്വാളിറ്റിയും ആ സിനിമ എത്രത്തോളം നല്ലതായിരുന്നു എന്നുള്ളതും. പക്ഷേ അവിടെ നമുക്കൊരു കുറവ് മനസ്സിലായി. മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ ഇറക്കാൻ കഴിയുന്ന ഒരു സിനിമയായിരുന്നു. തീർച്ചയായും വലിയ രീതിയിലുള്ള ആരാധക വൃന്ദമുള്ള സിനിമയാണ്. ഇപ്പോഴും ആളുകൾ അതിനെ കാണുന്നു. തമിഴിലും തെലുങ്കിലുമൊക്കെ ഉള്ള ആളുകൾക്ക് അത് വലിയ ഇഷ്ടവുമാണ് ഇപ്പോഴും. പക്ഷേ ആ ഒരു മാർക്കറ്റിംഗ് പിഴവ് പല സ്ഥലങ്ങളിലും ആ സിനിമ റിലീസ് ചെയ്തിരുന്നില്ല. അതായത് മലയാള സിനിമയ്ക്ക് ശക്തമായിട്ടുള്ള ഏരിയ ഉണ്ടായിട്ടും അവിടെ ചെയ്തില്ല. പക്ഷേ ആ കുറവുകളെല്ലാം മാറുകയാണ് ഈ ഒരു സിനിമയിലൂടെ. ഭ്രമയുഗം എന്ന സിനിമ വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. യാതൊരു ഹൈപ്പും ഇല്ലാത്ത ഒരു സിനിമ. ആകെ ഹൈപ്പ് വന്നത് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ മമ്മൂട്ടിയുടെ ലുക്ക് കണ്ടിട്ട്, ടീസർ വന്നപ്പോൾ ആ ടീസർ കണ്ടിട്ട്. അല്ലാതെ ഇത് ഞങ്ങളുടെ ഇങ്ങനെയുള്ള സിനിമയാണെന്നോ അങ്ങനെയുള്ള സിനിമയാണെന്നോ ഇത് ഞെട്ടിക്കുമെന്നോ ഒന്നും അവകാശവാദങ്ങളില്ല. ഒരനക്കവും ഇല്ലാതെ വരുന്ന ഒരു സാധാരണ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലും ആളുകൾ വേറൊരു രീതിയിലാണ് നോക്കിക്കാണുന്നത്. ഇതുവരെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടവർ വിരളമായിരിക്കും. ഇല്ല എന്ന് പറയാൻ കഴിയില്ല. എന്താണ് യുകെയിലും യൂറോപ്പിലുമൊക്കെ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് വലിയ ടീം തന്നെയാണ്. 4 സീസൺസ് ക്രിയേഷൻസ് എന്ന ബാനറിലാണ്. അവർ ഏകദേശം 175ഓളം ഇന്ത്യൻ ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് യൂറോപ്പിലും ഒക്കെ ആയിട്ട്. RRR, KGF, വാരിസു, അങ്ങനെയുള്ള പിന്നെ ലിയോ, ദസറ, ഗുണ്ടൂർക്കാരം, സലാർ ഇങ്ങനെയുള്ള സിനിമകളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ടീം തന്നെയാണ്. അവരുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒരു ഹൊറർ മൂവി കിട്ടുമ്പോൾ, ഒരു വ്യത്യസ്തമായ സിനിമ കിട്ടുമ്പോൾ അത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. മലയാള സിനിമയുടെ മാർക്കറ്റ് ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ, മികച്ച ഒരു മാർക്കറ്റിംഗ് തന്ത്രമുണ്ടെങ്കിൽ സിനിമയ്ക്ക് വലിയ രീതിയിലേക്ക് എത്താം. പ്രത്യേകിച്ച് മലയാള സിനിമകളുടെ എല്ലാം തന്നെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മമ്മൂട്ടിയിൽ നിന്ന് ഒരു ഗംഭീരമായിട്ടുള്ള അഭിനയം ഉള്ള ഒരു സിനിമ തന്നെയാണ്. അല്ലാണ്ട് 100 കോടി 200 കോടി പ്രതീക്ഷകളെ വെച്ച് പോകുന്നതല്ല മമ്മൂട്ടി സിനിമകൾ. മികച്ച സിനിമ കാണണോ അത് മമ്മൂട്ടിയിൽ നിന്ന് തന്നെയാണ്. മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ കാണണോ അത് മമ്മൂട്ടിയിൽ നിന്ന് തന്നെയാണ്. കാരണം അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടി മാത്രം മുന്നോട്ട് പോകുന്ന 100-200 കോടിക്ക് പിന്നെ പോകുന്നതല്ല. ഒരുപക്ഷെ വേണമെങ്കിൽ തീർച്ചയായിട്ടും കണ്ണൂർ സ്കോഡിനോ അല്ലെങ്കിൽ കാതലിനോ ഒക്കെ നല്ല ഒരു എമൗണ്ട് പറയാമായിരുന്നു, അല്ലെങ്കിൽ 100 കോടി കഴിഞ്ഞു എന്നൊക്കെ. പക്ഷേ ഇവിടെ ആരും അത് പറയാൻ നിന്നില്ല. അത് തന്നെയാണ് മമ്മൂട്ടി സിനിമകളുടെ വ്യത്യാസവും. എന്തായാലും മികച്ച സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത് മമ്മൂട്ടി സിനിമയ്ക്ക് തന്നെയായിരിക്കും ആദ്യ ഓപ്ഷൻ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സിനിമ വരുമ്പോൾ ഉള്ള ഒരു സംശയം ഇതാണ്: നായകനാണോ വില്ലനാണോ മമ്മൂട്ടി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോൾ ഈ ഒരു സിനിമ നമുക്ക് പുതിയ ഒരു അനുഭവം തന്നെയായിരിക്കും. ആ അനുഭവം കണ്ടറിയാൻ വേണ്ടി തന്നെയാണ് ജനങ്ങൾ ഇതിനെ തിയേറ്ററിൽ കാണാൻ ഉദ്ദേശിക്കുന്നതും. ഈ സിനിമ എങ്ങനെ എന്തെന്നുള്ളതല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാരണ്ടി ഉണ്ട്. ഇത് മമ്മൂട്ടി അഭിനയിക്കുന്നതായതുകൊണ്ട് സിനിമയിൽ അഭിനയം അതിഗംഭീരമായിരിക്കും എന്നുള്ളത്. അതുതന്നെയാണ് മമ്മൂട്ടി നൽകുന്ന ഉറപ്പും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ആരൊക്കെയാണ് ഭ്രമയുഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്? നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.